നിങ്ങളിപ്പോ എത്ര വർഷമായി കല്യാണം കഴിച്ചു? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷം കഴിഞ്ഞു. 23 വർഷം. നവംബർ 18. എന്ത് ദൈവമേ, എങ്ങനെയാണ് ദാമ്പത്യത്തിന്റെ ഒരു രഹസ്യം പറഞ്ഞാൽ അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ? അല്ല, രഹസ്യം പറയാനൊന്നുമില്ല. നമ്മൾ ഈ എന്താ പറയുക, അതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന സൈക്കോളജിക്കൽ സെറ്റപ്പ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ് നമ്മൾ പ്രേമിച്ച് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, അങ്ങനെ നോക്കിക്കോളൂ ഇങ്ങനെ നോക്കിക്കോളൂ എന്താണെന്നൊക്കെ പറയും. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും ആകും. അപ്പോൾ ഒരു പൊസിഷനായി. പിന്നെ ഞാൻ ഭാര്യയാണ്, നിങ്ങൾ ഭർത്താവാണ്, ആ റൂട്ടാണ്. ഇത് കഴിഞ്ഞൊരു കൊച്ചിനിരിക്കുമ്പോൾ അച്ഛനും അമ്മയാവും. അപ്പോൾ ഒരു അകൽച്ച, കൊച്ചുങ്ങളുടെ അടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങനെ അകൽച്ച വരും. പിന്നെ അത് കഴിഞ്ഞ് അപ്പൂപ്പനും അമ്മമ്മയാവും. ഇതൊക്കെ ആവും. എന്തൊക്കെ ആയാലും നമ്മളെ പ്രേമിച്ച് നൽകാൻ പ്രണയത്തിന്റെ ഇടയിൽ തന്നെ ഓരോ പാർട്ടാന്ന് കരുതി അങ്ങ് വിട്ടുപോയാൽ മതി. നമ്മുടെ വീട്ടിൽ ഓരോ അതിഥികൾ വന്ന പോലെ എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും നമ്മൾ വിട്ടുപിരിയില്ല. അടുത്ത ആഴ്ച ഞങ്ങൾ ഡൈവോഴ്സ് നോട്ടീസ്. അങ്ങനെയല്ല, പക്ഷെ അങ്ങനെയാണ് നടക്കണത്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഞങ്ങള് വഴക്കിടാതിരിക്കാറൊന്നുമില്ല. ഞങ്ങളുടെ വഴക്കെന്ന് പറഞ്ഞാൽ ഭീകര വഴക്കാ. ഞങ്ങളുടെ വഴക്കായിട്ട് ഞങ്ങളുടെ പയ്യനുണ്ട് അനീസ്. അപ്പൊ ഇവൻ ഫസ്റ്റ് ടൈം വന്നു ഞങ്ങളുടെ വഴക്കെന്ന് പറഞ്ഞാൽ ഭീകര വഴക്കാ വണ്ടി ചെയ്യുന്നത്. ഇവൻ വണ്ടി കൊണ്ടവർക്ക് നിർത്തി. ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ചില കരയണമെന്ന്. ഇവൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ എന്നോട് പപ്സ് തന്നുകൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റാണ് ഞങ്ങളുടെ വഴക്ക്, അല്ല 2 മിനിറ്റ്. അതാണ് ചിലപ്പോ ഇതിലിടപെട്ട ആൾക്കാർ ചമ്മിപ്പോവും ചിലപ്പോ. തീർച്ചയായിട്ടും. അല്ലേ, ഇവര് ഞങ്ങളുടെ വഴക്കിൽ ആരും, ഞങ്ങൾ അറിയാവുന്നവരാരും ഇടപെടാറില്ല. ഒട്ടപ്പെട്ടെന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണത്. മറ്റേ ധൈര്യം കൊണ്ടിരിക്കുക. പറഞ്ഞു ചേട്ടി മറ്റേ അത് എന്താ അയച്ചു, അത് അവിടെ തീർന്നു. മിക്കപ്പോഴും ചേട്ടായി ആയിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ട് അയ്യോ മിക്കപ്പോഴല്ലേ എപ്പോഴും ഏറ്റവും കൂടുതൽ ക്ഷമ ചേച്ചിക്കാൻ തോന്നുന്നുണ്ട്. അതല്ലേ മിണ്ടൂല, ഞാൻ ക്ഷമയുടെ കാര്യമില്ല, എനിക്ക് ചിരി വരും. അത് ദേഷ്യപ്പെടെ കാണുമ്പോ ചിരി വരുന്നുണ്ടാവും. അല്ല, ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്യും. ദേഷ്യപ്പെട്ട് ഞാന് കരഞ്ഞോണ്ടും ദേഷ്യപ്പെടും, ചിരിച്ചോണ്ടും ദേഷ്യപ്പെടും. ജയിക്കാതെ വരുമ്പോഴേ ഇങ്ങനെ ഒന്നും കരച്ചിലായിരിക്കും. അപ്പൊ ഞാൻ ചിരിക്കും. ഇപ്പൊ ഞാൻ ദേഷ്യപ്പെടും, എന്നോട് ദേഷ്യപ്പെടുന്ന ചോദിക്കുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ല, നിന്റെ ആരോഗ്യം കളയുന്നതിന് എന്നോട് ചീത്ത പറഞ്ഞു. എപ്പോഴും പറയുന്നത് പറയും, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ദേഷ്യപ്പെടും. അത് പറഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ വൈകിയെന്ന് വിളിക്കും. വഴക്കിട്ടിരിക്കണം, വൈകേ വിളിച്ച് വേറെ ഏതോ പേരാ. എനിക്ക് ഇങ്ങനെ അതൊക്കെ ഓർക്കുമ്പോ എന്നെ വിളിക്കും. പിന്നെ വേറെ പേരുണ്ടല്ലോ സ്റ്റെല്ല കുര്യൻ. വെറുതെ ദേഷ്യം സ്റ്റെല്ല കുര്യൻ എങ്ങനെ വിളിക്കണം? സാധാരണ ഇത് പേരാണ് വിളിക്കണം.